ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനം അറിയിക്കും. നമ്മൾ 1 കൊരിന്ത്യർ 10:6 വായിച്ചത്. അവരിൽ മിക്കലും ദൈവം പ്രസാദിച്ചില്ല, അവരെല്ലാം മരുഭൂമിയിൽ ചിതറിക്കപ്പെട്ടു. അവരെപ്പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്കൊരു പാഠമാണ്. ഇനി 7, അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകരാകരുത്. അപ്പം നമ്മൾ ശരി, നമുക്കിപ്പം വിഗ്രഹാരാധനയൊന്നുമില്ല, നമുക്കറിയാം. പക്ഷേ പുതിയ നിയമത്തിൽ പറയാം, വിഗ്രഹാരാധന സമ്പത്ത് ഒരു വിഗ്രഹമാണ്. എന്നാൽ കർത്താവിനേക്കാൾ ഉപരി നമ്മൾ എന്തിനു സ്ഥാനം കൊടുക്കുന്നോ അത് നമ്മുടെ വിഗ്രഹമാണ്. അത് ചിലപ്പം പ്രൊഫഷനായിരിക്കാം, ചിലരുണ്ട് ഭയങ്കര വർക്ക് ഹോളിക്കാണ്, അവർക്ക് ജോലി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം. ചിലരെ സംബന്ധിച്ചുള്ള കുടുംബമായിരിക്കും വിഗ്രഹം, മക്കളും ഭാര്യയും, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. ചിലർക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, അതാണ് അവരുടെ കാരണം. എന്ന് പറഞ്ഞാൽ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനത്തേക്കാൾ അധികമായിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മുടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യും. നമ്മുടെ പ്രയോറിറ്റീസ് നോക്ക്. നമ്മൾ ഒരു കർത്താവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയർ നടത്തുമ്പോൾ നമ്മുടെ ഒരു മനോഭാവം എന്താ? എപ്പോഴേലും ചെന്നാൽ മതി എന്നാണോ? അല്ലെങ്കിൽ പണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മമ്മി കടം തീർത്തി ഇവിടെ പോകാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യം പ്രസംഗം കഴിയട്ടെ എന്ന് വെച്ചാൽ, പ്രസംഗം ആയിട്ട് പകുതി ആകുമ്പോഴാണ്. അപ്പോൾ അച്ഛൻ്റെ പ്രസംഗവും കൂടെ കഴിഞ്ഞിട്ട് നമുക്കങ്ങ് ചെല്ലുന്ന അറ്റൻഡ് ചെയ്താൽ മതി. കാരണം ഏറ്റവും മിനിമം എങ്ങനെ അറ്റൻഡ് ചെയ്ത് പോരാ അങ്ങനെ. ഇന്നും നമ്മുടെ പ്രയർ മീറ്റിങ്സിൽ നമ്മൾ അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നെങ്കിലോ, അവിടെ അങ്ങോട്ട് തുടങ്ങട്ടെ, വർഷിപ്പൊക്കെ അങ്ങോട്ട് കുറേ ആകട്ടെ, അല്ലെ കഴിയട്ടെ, അതിനുശേഷം നമുക്ക് ജോയിൻ ചെയ്യാം. എവിടെയാണ് ഡെഡിക്കേഷൻ? നമ്മൾ ആരെ ആരാധിക്കുന്നത്? കർത്താവിനെ ആരാധിക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലോ, അല്ലെ കുറച്ച് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലോ, നമ്മൾ അലക്ഷ്യമാക്കല്ലേ. അപ്പം നമുക്ക് പറയാൻ പറ്റും നമ്മളൊരു പൂർണ്ണ ഹൃദയമുള്ള ഒരു ദൈവത്തിലാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ടൈം ചെല്ലും. നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ എത്ര നേരത്തെ ചെല്ലും? അന്നേരം ലേറ്റ് ആകാറില്ലല്ലോ. അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ കറക്റ്റായിട്ട് ചെല്ലുമല്ലോ. ജോലിക്ക് പോകുമ്പോഴോ, പ്രത്യേകിച്ച് പഞ്ചിങ് ഉള്ളിടത്താണെങ്കിലോ ലേറ്റ് ആവുമോ? 10 മിനിറ്റ് താമസിച്ചാൽ കുഴപ്പമൊന്നുമില്ല പറയുമോ? പറയത്തില്ല. അതെന്താ? അപ്പം നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ആവശ്യബോധമില്ല. വളരെ ശ്രദ്ധിക്കണം ഇത്. നമ്മൾ മറ്റ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു, കർത്താവിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ അലക്ഷ്യമാക്കുന്നുണ്ട്, ലേറ്റ് ആക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മുടെ പ്രയോറിറ്റീസ് ഇനിയും മാറാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവല്ല ഒന്നാം സ്ഥാനം, ഒരു സംശയം വേണ്ട അതിനകത്ത്. നമ്മൾ പലപ്പോഴും പറയും കർത്താവിന് അതൊക്കെ അറിയാം, ഞങ്ങളുടെ സാഹചര്യം അറിയാം. നമ്മുടെ എല്ലാ സാഹചര്യം കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തി മറ്റെല്ലാവരും നല്ലതായിട്ട് കെയർ ചെയ്യുന്നു, നമ്മുടെ കാര്യം വരുമ്പോൾ അലക്ഷ്യമാക്കണം. നമ്മളെന്താ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ബാക്കി എല്ലാവരും നന്നായിട്ട് നമ്മൾ ഭവനത്തിൽ ചെല്ലുന്നു, ബാക്കി അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുക, ബാക്കി വരുന്നവരെല്ലാം നല്ലതായിട്ട് സ്വീകരിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. നമ്മളെ മാത്രം ഒരു അലക്ഷ്യമായിട്ട് വന്നോ, അങ്ങോട്ടിരുന്നു, അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കെന്ത് തോന്നും? പറ. പിന്നെ അങ്ങോട്ട് പോവും. നമ്മൾ ചിന്തിക്കുക, അല്ലല്ല അത് കുഴപ്പമില്ല, അങ്ങനെ ചിന്തിക്കത്തില്ലല്ലോ. അതിന് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ആരാധനയും കർത്താവിനുള്ള കാര്യങ്ങളിലും നമ്മൾ അലക്ഷ്യമാക്കുമ്പോൾ, ഡിലേഡ് ആക്കുമ്പോൾ, മനഃപൂർവ്വമായിട്ട് നമ്മളത് ഉഴപ്പുമ്പം കർത്താവിന് ഇന്ന് മാത്രം ഫീൽ ചെയ്യും. ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ നമ്മൾ കർത്താവിൻ്റെ അപ്രൂവ്ഡാന്ന് പറയുന്നത്? എങ്ങനെ നമ്മളങ്ങ് പറയും, ഞാൻ കർത്താവിൻ്റെ സ്വന്തമാണ്, നാം മാത്രം തീരുമാനിച്ചാൽ മതിയോ? അത് കർത്താവാണ് പറയേണ്ടത്. ഞാൻ കർത്താവിൻ്റെ സ്വന്തമാണ്, നീ എൻ്റെ സ്വന്തമാണ് കർത്താവാണ് പറയേണ്ടത്, നമ്മളല്ല. നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടും, സ്വയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നില്ല കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞാനൊരു കുഴപ്പമില്ലാത്ത ആത്മീയനാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം പരിശുദ്ധാത്മ വെട്ടി തുറന്ന് പറഞ്ഞത്, നീ ഒരു ആത്മീയനെ അല്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കാണുന്ന പോലെ മറ്റുള്ളവർ കാണുന്ന പോലെ അല്ല കർത്താവ് നമ്മളെ കാണുന്നത്. അപ്പോൾ കർത്താവ് നമ്മളെ കാണുന്നത് പോലെ നമ്മളെ തന്നെ കാണാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവോട് പറയണം, പരിശുദ്ധാത്മാവേ, എന്നെ എങ്ങനെയാണോ അങ്ങ് കാണുന്നത് അതുപോലെ കാണാൻ എന്നെ സഹായിക്കണം. എൻ്റെ ആംഗിളിൽ നിന്ന് കാണാൻ സഹായിക്കില്ല. നമ്മുടെ ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ നല്ലതാണ്, കാരണം നമ്മുടെ കമ്പാരിസൺ എപ്പോഴും മറ്റുള്ളവരാണ്. പക്ഷേ കർത്താവിൻ്റെ ആംഗിളിൽ നിന്ന് കാണാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് പിടികിട്ടും നമ്മുടെ കുറവുകൾ എന്താ, എവിടെയാണ് പരിഹാരം ചെയ്യേണ്ടത്, എവിടെയാണ് ഇനി മാറ്റം വരുത്തേണ്ടത്, എങ്ങനെയാണ് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് പിടികിട്ടും. അതനുസരിച്ച് മാറ്റം വരുത്താം. അന്നും ഇന്നും എല്ലാം ഞങ്ങളെപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ, ഞങ്ങൾക്ക് എപ്പോഴെപ്പോഴും താമസിച്ച് ഞങ്ങൾ ചെല്ലത്തുള്ളൂ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നത്. അതുതന്നെ അങ്ങോട്ട് തുടങ്ങട്ടെ, നിങ്ങളങ്ങ് തുടങ്ങും, ഞങ്ങളങ്ങ് വന്നോളുകയല്ലേ. ഇതാരുടെയാണ്? ഞാൻ ചോദിച്ചത് സഭയെന്ന് പറയുന്നത് ആരുടെയാണ്? ഒരാടെയാണ്? അതോ അവിടുത്തെ മെയിൻ ആളിൻ്റെയാണ്, പാസ്റ്ററുടെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ലീഡർ എൽഡറിൻ്റെയാണ്? സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമാണ്. അത് അവിടെ കൂടുന്ന എല്ലാവരുടെയും കൂടെ, എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരേ താല്പര്യം അവിടെ ഉണ്ടാകേണ്ടത്. അപ്പോൾ കുറച്ച് പേരൊന്ന് തുടങ്ങിക്കോ, ഞങ്ങൾ പിന്നെ എത്തിക്കോളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നിങ്ങൾക്ക് അത്രേ താല്പര്യമുള്ളൂ. ഓക്കെ.
താഴോട്ട് വായിക്കാം. 1 കൊരിന്ത്യർ 10:7. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകരാകരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റീസ് കർത്താവിനേക്കാൾ ഉപരി നമ്മൾ മറ്റു പല കാര്യങ്ങൾക്കും കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്, നമ്മൾ ഈ അലക്ഷ്യമാക്കുന്നത്. അതൊരു വിഗ്രഹാരാധന കേട്ടോ. തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് അവരെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. തിന്നാനും കുടിക്കാനുമായി അവർ ഇരിക്കുകയും ഡാൻസ് ചെയ്യാനായിട്ട് എഴുന്നേൽക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കുറേ കൂടെ പവർഫുള്ളാണ്. ലിവിങ് ബൈബിൾ വായിക്കുമ്പോഴത്തേക്ക് കുറേ കൂടെ പവർഫുള്ളാണ്. അപ്പം നമ്മളോർക്കും ഈ പാർട്ടിങ്, വൈൽഡ് പാർട്ടീസ് ഇന്നത്തെയൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ പല വീഡിയോസും കാണാം, സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. പല കല്യാണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസൊക്കെ നടത്തുമ്പോൾ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവർ പോലും അങ്ങ് എല്ലാ ലിമിറ്റ്സും സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷേ ലിമിറ്റ്സ് എല്ലാം വിട്ടിട്ട് അങ്ങ് പോകുന്നത് കാണാം. ഞാനതിനെക്കുറിച്ച് സ്പെസിഫിക്കായിട്ട് പറയില്ല, കാരണം എല്ലാവർക്കും അറിയാം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നുള്ളത്. വളരെ ശ്രദ്ധിച്ചോണം. നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. കർത്താവിന് ലജ്ജ ഉണ്ടാക്കുന്ന, കർത്താവിന് അപമാനം ഉണ്ടാക്കുന്ന, കർത്താവിന് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു സെലിബ്രേഷൻ പോകല്ലേ സർജൻസ്. അവർ തിന്നാനും കുടിക്കാനും എന്ന് പറഞ്ഞാൽ എപ്പോഴും പാർട്ടി, തിന്നുക, കുടിക്കുക, ഡാൻസ് ചെയ്യുക, ഇതൊന്നുമല്ല ജീവിതം കേട്ടോ. ഇതൊക്കെ ഇവിടെ കൊണ്ടങ്ങ് തീരും. പെട്ടെന്നൊരു ദിവസം നമ്മളങ്ങ് മാറ്റപ്പെടുകയാണെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ എന്തെടുത്ത് കൊടുക്കും, അല്ല എന്ത് കണക്ക് കാണിക്കും? കർത്താവിക്ക് നീ അടിച്ചു പൊളിക്കുമല്ലായിരുന്നു, അടിച്ചു പൊളിച്ചോ. ഞാൻ ഒരിക്കലെങ്കിലും എന്നെ അന്വേഷിച്ചോ, അല്ലെങ്കിൽ എനിക്ക് പ്രസാദകരമായിട്ട് എന്താണെന്നുള്ളത് ചിന്തിച്ചോ? ശരിയാണ്, നീ അക്സെപ്റ്റ്, നിൻ്റെ പേരൊക്കെ ക്രിസ്ത്യനാണ്, കുഴപ്പമില്ല, നീ പള്ളിക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്, നിന്നെ അക്സെപ്റ്റ് ചെയ്തിരുന്ന, പക്ഷെ അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? കയ്യിലിരിപ്പ് അതായിരുന്നു. വളരെ ശ്രദ്ധിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.